സ്ത്രീ ശരീരത്തെ അതിരുവിട്ട് വർണ്ണിക്കുന്നത് ലൈംഗികാതിക്രമമാണെന്ന് ഹൈക്കോടതി. ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് കോട്ടം തട്ടുന്ന തരത്തിൽ എന്തെങ്കിലും വാക്കുച്ചരിക്കുകയോ അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുകയോ അതുമല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി എന്തെങ്കിലും വസ്തു പ്രദർശിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 79 പ്രകാരം 3 വർഷം വരെ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയോ അതിനായി ബലം പ്രയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 75 പ്രകാരം 3 വർഷം തടവും പിഴയും ലഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത് ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടുവെന്ന് ആ സ്ത്രീക്ക് തോന്നിയാൽ അതിന് കാരണക്കാരായവരെ ഈ വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കാവുന്നതാണ് എന്നാണ്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 75 പ്രകാരം ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലുള്ള പുരുഷന്മാരുടെ എന്ത് പ്രവൃത്തിയും ലൈംഗിക അതിക്രമങ്ങളുടെ പരിധിയിൽ വരും. ഒരു സ്ത്രീയെ അവരുടെ താല്പര്യമോ സമ്മതമോ കൂടാതെ ലൈംഗിക ലക്ഷ്യത്തോടുകൂടി അവരെ സമീപിക്കുന്നതും സംസാരിക്കുന്നതും പെരുമാറുന്നതും ലൈംഗിക അതിക്രമമാണ്. എന്തെങ്കിലും പ്രത്യേക കാര്യത്തിനോ ലക്ഷ്യത്തിനോ വേണ്ടി സെക്സ് ഡിമാൻഡ് ചെയ്യുന്നതും റിക്വസ്റ്റ് ചെയ്യുന്നതും ലൈംഗികാതിക്രമമാണ്. അതായത് അഡ്ജസ്റ്റ് ചെയ്താൽ അവസരങ്ങളോ ജോലിയോ പ്രൊമോഷനോ പണമോ ഒക്കെ നൽകാമെന്ന് പറയുന്നത് വ്യക്തമായ സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. സ്ത്രീകളുടെ താല്പര്യമില്ലാതെ അവരെ അശ്ലീല ദൃശ്യങ്ങൾ കാണിക്കുന്നത്, ലൈംഗിക പരാമർശങ്ങൾ നടത്തുന്നത്, അനുവാദമില്ലാതെ ശാരീരിക സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത്, അഭികാമ്യമല്ലാത്ത രീതിയിൽ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പെരുമാറുന്നത് തുടങ്ങിയവയെല്ലാം ഭാരതീയ ന്യായ സംഹിതയിലെ 75-ാം വകുപ്പ് പ്രകാരം ലൈംഗിക അതിക്രമങ്ങളുടെ പരിധിയിൽ വരും. 3 വർഷം കഠിന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ആണ് ഈ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ. സ്ത്രീകളോട് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തിയാൽ 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ലഭിക്കും. അതേപോലെ ജോലിയോ വിവാഹമോ വാഗ്ദാനം ചെയ്ത് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 69 പ്രകാരം 10 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നതാണ്. പരാതി നൽകുമ്പോൾ കുറ്റകൃത്യം നടന്ന ദിവസം, സ്ഥലം, സമയം എന്നിവ കൃത്യമായി പറയണം. അതേപോലെ എന്ത് കുറ്റമാണ് പ്രതി ചെയ്തത് എന്നും വ്യക്തമായി തന്നെ പറയണം. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് സ്ത്രീയുടെ മൊഴി മാത്രം മതി. വർഷങ്ങൾ മുമ്പ് നടന്ന സംഭവത്തിന് ഇപ്പോൾ പരാതി നൽകിയാൽ പ്രതി ശിക്ഷിക്കപ്പെടില്ല എന്ന് കരുതണ്ട. കാലതാമസം എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കി സംഭവത്തിന്റെ വിവരങ്ങൾ കൃത്യമായി തന്നെ നൽകിയാൽ മതിയാവും. തെളിവുകളും സാക്ഷികളും ഇല്ലാത്ത കുറ്റകൃത്യങ്ങൾക്ക് സാഹചര്യ തെളിവുകളും ഇരയുടെ മൊഴിയും അടിസ്ഥാനമാക്കിയായിരിക്കും കേസ് മുൻപോട്ട് പോവുക. അപ്പോൾ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലുള്ള പുരുഷന്റെ ഏതൊരു പ്രവൃത്തിയും ലൈംഗിക അതിക്രമമായി കണക്കാക്കുകയും ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടുവെന്ന് ആ സ്ത്രീക്ക് തോന്നിയാൽ ഈ വകുപ്പുകൾ പ്രകാരം പുരുഷന്മാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും അതിന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.